ഇനി 3 days വെക്കണം. നമുക്ക് 3 days ഇനി പോയാ സക്സസ് ആയി, അല്ലെങ്കിൽ പോയി. റെഡി, സ്റ്റാർട്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി വ്ളോഗ്സ്. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷ നൽകാത്ത, സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഒരാഗ്രഹം തോന്നി ഒന്ന് ചെയ്യാമെന്ന്. പോരാഞ്ഞ് കുറേ അധികം നല്ല ആരോഗ്യ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഇന്ന് ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. ദ നെയിം ഈസ് പൈനാപ്പിൾ ടപ്പാച്ചെ. പേര് കേട്ട് ആരും ഞെട്ടണ്ട, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ബട്ട് സക്സസ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ അറിയാം എൻ്റെ ഈ ഡ്രിങ്ക് സക്സസ് ആയോ ഇല്ലയോ എന്ന്. 3-4 ദിവസത്തിൻ്റെ എൻ്റെ കഠിന അധ്വാനമാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. ഇനി ഈ ഒരു ഡ്രിങ്കിനെ കുറിച്ച് ഒരു വിവരണം അറിയാത്തവർ പലരും ഉണ്ട്. നമ്മുടെ കേരളീയർക്കായാലും അറിയാം. ഇതൊരു പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷെ പൈനാപ്പിളിൻ്റെ ഏതാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ ഈ ഒരു പൈനാപ്പിൾ ടപ്പാച്ചോയുടെ വിശദീകരണം നൽകുന്നത്. അപ്പം നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഹെൽത്തി ഡ്രിങ്ക് പൈനാപ്പിൾ ടപ്പാച്ചെ. ഓക്കെ, ആദ്യം തന്നെ ഞാനിവിടെ ഒരു വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകണം. അപ്പം നിങ്ങൾ വിചാരിക്കും വൃത്തിയായിട്ട് കഴുകുന്ന പൈനാപ്പിളിലെ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വൃത്തിയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പൈനാപ്പിളിൻ്റെ തൊലിയാണ് പ്രധാനമായി വേണ്ടത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലി നല്ലോണം കഴുകണം. പുറമേ നല്ലോണം കുറച്ച് നേരത്തിലധികം വെള്ളത്തിലിട്ട് വെക്കുകയോ പിന്നെ അത് കഴിഞ്ഞ് വെള്ളത്തിൽ നല്ലോണം കഴുകുകയോ എടുത്തതിന് ശേഷം നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലിയും പൈനാപ്പിളിൻ്റെ കാമ്പും നീക്കം ചെയ്ത് ഒരു വലിയ ഗ്ലാസ് പാത്രത്തിലോ കുടത്തിലോ വെക്കുക. അപ്പം നമ്മളുടെ ഈ പൈനാപ്പിൾ നമ്മുടെ നടുക്കിലത്തെ ഒരു സംഭവമുണ്ട്. അത് മിക്കവാറും നമ്മളാരും കഴിക്കാറില്ല, അത് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ മെയിനായിട്ട് പൈനാപ്പിളിൻ്റെ തൊലിയും പൈനാപ്പിളിൻ്റെ ഈ ഒരു സംഭവമാണ്, നടുക്കിലത്തെ ഈ ഒരു കാമ്പുമാണ് വേണ്ടത്. പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ ഭാഗവും നമുക്ക് ആവശ്യമാണ്. ഈ പൈനാപ്പിളൊക്കെ നമുക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതിൻ്റെ തൊലിയൊക്കെ നല്ല രസത്തിൽ അരിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ജാറ് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇഞ്ചി, ഇതൊക്കെ നമ്മൾ കുരുമുളക് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ബ്രൗൺ ഷുഗറാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇതിന് നൽകുന്നത്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പൈനാപ്പിൾ ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം ഇതിൽ ഒഴിക്കുക. ഇത്രയും സംഭവങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഇനി 2-3 ദിവസത്തേക്ക് നമ്മൾ അടച്ച് നല്ലോണം ഒരു തുണിയൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് വെക്കുക. തുണി എനിക്കിപ്പോൾ ഇവിടെ കെട്ടേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ജാറിൻ്റെ മൂടി നല്ലൊരു സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷം ഇതിലൊക്കെ പതിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കാൻ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഉണ്ടാക്കൽ പ്രക്രിയ ഇത്ര തന്നെയുള്ളൂ. ഇതിൻ്റെ സംഭവങ്ങൾ ഇത്ര രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ടപ്പാച്ചെ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പൈനാപ്പിൾ ടപ്പാച്ചെ ഒരു പരമ്പരാഗത മെക്സിക്കൻ പുളിപ്പിച്ച പാനീയമാണ്. ഇത് പൈനാപ്പിളിൻ്റെ തൊലിയും കാമ്പും അസംസ്കൃത ഒരു പഞ്ചസാര, അതായത് സാധാരണ ഈ പൈലോൺ, സില്ലോ, വെള്ളം എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവം പഞ്ചസാരയാണ്. ഇത് ഉന്മേഷദായകവുമാണ്. നേരിയ പുളിപ്പുള്ളതായ പാനീയമാണ്. ഇതിന് പലപ്പോഴും പൈനാപ്പിൾ ഷാമ്പെയിൻ അല്ലെങ്കിൽ പൈനാപ്പിൾ ബിയർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കൂടാതെ ഇതിന് മധുരവും എരിവും ചെറുതായി ഫംഗി രുചിയും പേരുകേട്ടതാണ്. പിന്നെ ഈ പൈനാപ്പിൾ ടപ്പാച്ചെ ഒരു പ്രോബയോട്ടിക് പവർ ഹൗസ് ആണ്. പുളിപ്പിച്ചതും അസംസ്കൃതവുമായ ഒരു പാനീയമെന്ന നിലയിൽ കുടലിൻ്റെ ആരോഗ്യത്തെയും ദഹനത്തെയും പിന്തുണയ്ക്കുന്ന ഗുണകരമായ പ്രോബയോട്ടിക്കുകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. സീറോ വേസ്റ്റ്, അതായത് പൈനാപ്പിളിൻ്റെ പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്ന പോഷക സമൃദ്ധമായ തൊലികളും നാരുകളുമുള്ള കാമ്പും ഉപയോഗിക്കുന്നതിന് ഇത് മികച്ച ഒരു മാർഗമാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ കൺമുന്നിൽ തന്നെ അവർ കൃഷി ചെയ്ത് അവരുടെ കടയിൽ വിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ പൈനാപ്പിൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ
നല്ല ജൈവവളമൊക്കെ ഇട്ട് ഉപയോഗിച്ച ഒരു പൈനാപ്പിൾ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളും അത് തന്നെ ഉപയോഗിക്കണം, എന്നാലേ അതിൻ്റെ തൊലിയുടെ ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഈ പൈനാപ്പിൾ തൊലിയിൽ കാട്ടു ഈസ്റ്റ് പഞ്ചസാര പുളിപ്പിക്കാൻ മുറിയിലെ താപനില 1 ദിവസം മുതൽ 3 ദിവസം എടുക്കും. അപ്പം 3-4 ദിവസം 3 ദിവസത്തിനാണ് കൂടുതലൊന്നും വെക്കരുത്. ഇത് സ്വാഭാവിക കാർബണേഷൻ സൃഷ്ടിക്കുന്നു. കുറഞ്ഞ ആൽക്കഹോൾ അളവ്, ഇതിൽ സാധാരണയായി വളരെ കുറഞ്ഞ ആൽക്കഹോൾ അളവ് മാത്രമേ ഉള്ളൂ. 1% മുതൽ 2% വരെ ABV വരെ ഇതിലുണ്ടാവും. ഇത് എല്ലാ പ്രായക്കാർക്കും പ്രിയപ്പെട്ടതും മൃദുവായതുമായ പാനീയമാണ്. എൻ്റെ ഇത് തയ്യാറാക്കലൊക്കെ ഒരുവിധം ഫൈനലായിട്ടുണ്ട്. അപ്പം സെറ്റായി നല്ല മുറുക്കി അടച്ചു വെച്ച് ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇനി 3 days വെക്കണം. പിന്നെ ഇത് സക്സസ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അമിതമായി പുളിക്കുന്നത് ഒഴിവാക്കണം. കൂടുതൽ നേരം ആവരുത്. 3 ദിവസമോ 4 ദിവസമോ കൂടുതൽ വെക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കും കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ കുറേ വൈൻമാരി വെക്കും തോറും വീര്യം കൂടുന്ന രീതിയിലല്ല ഈ ഒരു സംഭവം. നമ്മൾ വൈൻ ഉണ്ടാക്കണതിൻ്റെ ഒരുപാട് വ്യത്യാസത്തോടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വൈൻ വേറെ, ഈ ഒരു സംഭവം വേറെ. അപ്പോൾ അത് 3-4 ദിവസത്തിനുള്ളിൽ ഇത് എടുക്കണം. അത് പൈനാപ്പിൾ വിനാഗിരിയായി മാറും. കൂടുതൽ ദിവസം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈനാപ്പിൾ വിനാഗിരിയായി മാറും. പിന്നെ തയ്യാറായി കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. കുറച്ച് ദിവസങ്ങൾ മുതൽ 1 ആഴ്ച വരെ ഇത് കഴിക്കുന്നതാണ് നല്ലത്. അതിനേക്കാൾ കൂടുതൽ നമുക്കിത് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആരോഗ്യകരമാണ്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതൊക്കെ കഴിച്ച് തീർക്കണം. 3 ഡേയ്സിന് ശേഷമാണ് നോക്കുന്നത്. അപ്പം മുകളിലൊക്കെ കണ്ട ഒരു നുരയും പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളിനി അരിച്ച് മാറ്റണം. ഇതിൽ നിന്ന് പൈനാപ്പിളൊക്കെ നല്ലോണം അരിച്ചെടുത്ത് പിന്നെ ഒരു 3 ദിവസം ഇതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോൾ ഇത് അരിച്ച് മാറ്റിയതിന് ശേഷം ഞാനിതൊരു നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. 2 ബോട്ടിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് ഒരു 3 ദിവസത്തിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പൈനാപ്പിൾ ടപ്പാച്ച ഇവിടെ റെഡിയായി സെറ്റാക്കി ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 3 ദിവസം കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള പരുവായിട്ടുണ്ടാവും. ശരിക്കും ഞാനിത് റീൽസിലൊക്കെ കാണുമ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ കടയിൽ പോയിട്ട് വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചില്ലിൻ്റെ ബോട്ടിൽ ആക്കി വെച്ചാൽ മതി. പക്ഷെ എനിക്ക് റീൽസിൽ കാണുമ്പോൾ ഈ തുറക്കുമ്പോൾ ഇതിനിങ്ങനെ പതഞ്ഞ് നുരഞ്ഞിങ്ങനെ നമ്മൾ ബീറും ബോട്ടിലൊക്കെ കുലുക്കി തുറക്കുമ്പോൾ ഒരു പത ഉണ്ടാവില്ല, അതുപോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാ ഉണ്ടാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചില്ലിൻ്റെ ബോട്ടിൽ 2-3 കടയിൽ പോയി തിരഞ്ഞൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം നമുക്കിത് സെറ്റ് ആക്കിയതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ കാണാം. 3 ദിവസത്തിന് ശേഷം കാണാം. ഓക്കെ.
പൊങ്ങിപ്പോയാ സക്സസ് ആയി, അല്ലെങ്കിൽ പോയി. ഓക്കെ, റെഡി? അപ്പൊ അങ്ങനെയാണ് സക്സസ് ആവണേ. എന്തോ 3 ദിവസത്തിന് ശേഷം ഞാനിത് എടുത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി തുറക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇത് പറ്റി. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പം ഞാനിത് 3 ദിവസത്തിന് ശേഷം തുറന്നപ്പോൾ അങ്ങനെ പൊന്തി വരുന്നൊക്കെയാണ് എൻ്റെ വിചാരം. ശരിക്കും അവിടെ ആണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. ഇത് പൊന്തി വന്നില്ലെങ്കിൽ നമ്മളിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ സോഡ നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോളകളൊക്കെ കുമിളകൾ വരില്ലേ, അതുപോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബോട്ടിൽ തുറന്നപ്പോൾ ഇതിനിങ്ങനെ പൊന്തിയൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സക്സസ് ആയില്ല എന്ന്. അപ്പം ഞാൻ ഒരു ദിവസം കൂടി ഇത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം കൂടി വെച്ചു. അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. പിറ്റേ ദിവസമാണ് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ വളരെ നിരാശയോട് കൂടി ഇത് സക്സസ് ആയിട്ടില്ല. കാരണം ഇത് ശരിക്കും സക്സസ് ആയി. ഇതിൻ്റെ ടേസ്റ്റ് ഞാനപ്പോൾ നോക്കിയില്ല. ഇതിങ്ങനെ നൊരഞ്ഞ് വന്നില്ലല്ലോ, അപ്പോൾ സക്സസ് ആയില്ലല്ലോ എന്ന്. ഇത് തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു, നല്ല വൈൻ്റെ സ്മെല്ലൊക്കെ വന്നു. അപ്പോഴും ഞാൻ ഒരു വിഡ്ഢിയായി, എന്താ പറയുക, ശരിക്കും ഒരു മണ്ടത്തരം ഇങ്ങനെ ആലോചിച്ചതുകൊണ്ട് ഒരു ദിവസത്തേക്കും കൂടി ഞാനിത് മാറ്റി വെച്ചു. ഇനി നമുക്കത് പിറ്റേ ദിവസത്തേക്ക് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അടച്ച് സുരക്ഷിതമായി പിറ്റേ ദിവസത്തേക്ക് ആക്കി മാറ്റി. ഇപ്പം നിങ്ങൾ കണ്ട ഗ്യാസ് പോലല്ല, അതാണ് ഇതിൻ്റെ സക്സസിൻ്റെ രഹസ്യം. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഗ്യാസ് വരലാണ്ട് വന്നു. അത് തന്നെ ഇതിൻ്റെ ഞാൻ ചെയ്തത് സക്സസ് ആയിട്ടെന്നാണ്. അപ്പോൾ ഇത് പൊന്തി വരുന്നതൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ അതിലിട്ടിട്ടായിരിക്കും. ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താലും ഈ പൊന്തി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും വരോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സക്സസ് ആയി. വളരെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് തുറന്നപ്പോഴേക്ക് ഇതിൻ്റെ ഒരു മണം നമ്മുടെ മൂക്കിക്ക് ഒരു അടിച്ചു. അപ്പോഴേ എനിക്ക് തോന്നി ഇത് അടിപൊളിയാണ്. അപ്പം തന്നെ ഞാൻ ഗ്ലാസ്സിലൊക്കെ പകർത്തി ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ടേസ്റ്റ്, സൂപ്പർ വൈൻ ടേസ്റ്റ് തന്നെ. നമ്മൾ റിയലായിട്ട് പൈനാപ്പിൾ വൈൻ എങ്ങനെ കഴിക്കുക, ആ വൈൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞ് നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷം, അതിൽ ആൽക്കഹോളിക് ഉണ്ട്, 1% ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു നമുക്കൊരു എനർജറ്റിക് ഒരു ഡ്രിങ്കാണിത്. നമ്മൾ പൈനാപ്പിളൊക്കെ നമ്മൾ സാധാരണ ചെത്തി കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ തൊലി ഇതിൽ കളയരുതെന്നാണ് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കുറച്ച് തൊലി എടുത്ത് വെച്ച് നമുക്കിങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള ഒരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കിയാൽ മതി. തുടർച്ചയായി ഇത് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വല്ലപ്പോഴൊക്കെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് പരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നതിനായി എൻ്റെ ചാനലിൻ്റെ ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.